വർഷങ്ങളായിട്ട് മുത്തപ്പനെ കുറിച്ചൊരു സിനിമ വന്നിട്ടില്ല. ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ട് മുത്തപ്പനെ കുറിച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട്. പലതും യാഥാർത്ഥ്യമായിട്ടില്ല. പലതും സ്ക്രിപ്റ്റ് പൂർത്തിയായിട്ടുണ്ട്, പൂജ കഴിഞ്ഞിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ നമ്മുടെ പ്രൊഫഷണലായിട്ട് നമ്മൾ എന്തൊക്കെയോ വാക്കും അടിയും കൂടിയൊക്കെ കൂടിയാലും ഒരു നല്ല മനുഷ്യൻ്റെ ഒരു കൈപിടുത്തം, അനീഷ് പിള്ള എന്ന മനുഷ്യൻ്റെ കൈപിടുത്തം ഈ സിനിമ പൂർത്തിയാവാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻ്ററിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ അനീഷിനെ വിളിച്ച് പറയാണ്, അനീഷ് ഭായി നമുക്കിത് സിനിമയാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അനീഷ് പറഞ്ഞാൽ ആവട്ടെ, നമുക്ക് സിനിമ ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മളൊരു ചെറിയ രീതിയിൽ തുടങ്ങിയിട്ട് പിന്നീട് സിനിമ ഇങ്ങനെ ആയി, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്ന് നിൽക്കുമ്പോൾ ഞാനും ഇങ്ങനെ ഞെട്ടി തരിച്ച് നിൽക്കുകയാണ്. ഇതിങ്ങനെ സിനിമയായത് എൻ്റേതോ അല്ല എൻ്റേതായ ഒരു കൂട്ടായ്മക്ക് അപ്പുറം എവിടെയോ ഒരു മുത്തപ്പൻ്റെ ഒരു സാന്നിധ്യം അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ വലിയ വിശ്വാസം ഒന്നുമില്ല, ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരാളൊന്നല്ല. അങ്ങനെ ഞാനൊരു കാലത്ത് യുക്തിവാദമൊക്കെ പറഞ്ഞ് നടന്നൊരു തോന്നിയാവസ്ഥയായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ തുടങ്ങിയത് മുതൽ ഈ അവസാനിക്കുന്നത് വരെ നമ്മളറിയാതെ, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാറുണ്ട്, ഞാൻ ഈ സിനിമയുടെ ഡയറക്ടറല്ല, സത്യമായിട്ടും അല്ല. ഇത് മുത്തപ്പൻ തീരുമാനിച്ചൊരു സിനിമയുടെ അസോസിയേറ്റ് വർക്ക് ചെയ്ത ഒരാൾ മാത്രമാണ്. അങ്ങനെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. മുത്തപ്പൻ ചെയ്ത സിനിമയുടെ അസോസിയേറ്റ് വർക്ക് ചെയ്തൊരു അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു അനുഭവം ഈ സിനിമയായിട്ട്. ഈ സിനിമ തുടങ്ങുമ്പോൾ ഒരുപാട് തടസ്സങ്ങളും പ്രശ്നങ്ങളും, എന്തൊക്കെയാണോ നമുക്ക് അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനൊക്കെ അപ്പുറം നമ്മൾ തടസ്സപ്പെടുത്തിയ ഒരു സിനിമയായിരുന്നു ഈ മുത്തപ്പൻ. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ട് മുത്തപ്പനെ കുറിച്ചൊരു സിനിമ ചെയ്യാനുള്ള ഭാഗ്യം നമ്മുടെ ഈ ടീമിൽ, ഞാനും അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസറും ആർട്ടിസ്റ്റും അല്ലെങ്കിൽ സംഗീത സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും നമ്മുടെ കൂടെ നിന്ന് അതിൻ്റെ ക്യാമറയും അസോസിയേറ്റ് ഡയറക്ടറും എല്ലാവരും കൂടി ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയിൽ നമുക്കാണ് അതിനൊരു ഭാഗ്യം കിട്ടിയത് എന്നതാണ് എൻ്റെ ഒരു സന്തോഷം. ഒരു ദിവസം വീട്ടിൽ പുറത്തിരുന്നപ്പോഴാണ് ചന്ദ്രൻ വിളിച്ചിട്ട് മുത്തപ്പൻ്റെ ഒരു പടമുണ്ട് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു ശരിക്കും. കാര്യം ഈ മുത്തപ്പൻ്റെ പടം എനിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എനിക്കറിയാം, എനിക്കൊരു അതിശയം തോന്നിയില്ല സത്യത്തിൽ. ഇത് എനിക്ക് തന്നെ വരേണ്ടതാണ്, ഇത് എൻ്റെ പേരിൽ തന്നെ വിളിക്കേണ്ടതാണ് എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു ആ സമയത്ത്. ഓക്കെ, അത് എനിക്കൊരു വലിയ ഓവറായിട്ടുള്ള വിശ്വാസങ്ങളോ അന്ധവിശ്വാസങ്ങളോ ഒന്നുമില്ല എനിക്ക്, പക്ഷേ ഒരു വിശ്വാസം ഉണ്ടെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രയേ ഉള്ളൂ. നമ്മളെ അവിശ്വാസം ഇല്ല ഒരു കാര്യത്തിലും. ആ ഒരു കാര്യമാണ് ഒരു മനുഷ്യന് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളല്ലേ നടക്കുന്നുണ്ട്. എല്ലാം നമുക്ക് വല്ലതും അറിയോ? അപ്പോൾ അങ്ങനെയാണ് ഈ പടം വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ പാട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പാട്ട് ഫീമെയിൽ സോങ് ആണ്. അപ്പോൾ ഇത് ആര് പാടണമെന്ന് നോക്കി മോള് ട്രാക്ക് പാടിയിട്ടുണ്ട് മധുഷ. സാധാരണ മോള് പാടുമ്പോൾ ഞാൻ ഒന്നുകൂടെ പാടിച്ച് മോളൊക്കെ ഉണ്ടെങ്കിൽ ഫിക്സ് ആക്കാറുണ്ട്. അപ്പോൾ ഈ ഗാനം ഞാൻ വിചാരിച്ചു ഇത് ചിത്ര പാടട്ടെ. കുറച്ച് കാലമായി ചിത്ര എനിക്ക് പാടിയിട്ട്. അപ്പോൾ അങ്ങനെ ചിത്രയെ വിളിക്കുന്നു. ചിത്ര ഉണ്ട്. ചിത്ര പാടാൻ വന്നപ്പോൾ പറയാണ്, പക്ഷേ ഞാനത് ഇപ്പം കുറച്ച് 2 മാസം ഒരു മാസം മുന്നേ പറശ്ശിനിക്കടവിൽ പോയി. അപ്പം മുത്തപ്പൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എനിക്ക് പാട്ടില്ല. മുത്തപ്പനെ പറ്റി എനിക്ക് പാടാൻ, എനിക്ക് മുന്നേ ഞാൻ പാടിയെങ്കിലും എനിക്ക് പാട്ട് ഓർമ്മയില്ല. പണ്ട് ഒരു പാട്ടോ കുറച്ച് പാട്ടോ എന്തോ പാടിയിട്ടുണ്ടോ എനിക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോഴ് ചിത്ര പറഞ്ഞതാണ് എൻ്റെ അടുത്ത്, ഒരു പാട്ട് പാടണം കേട്ടോ, വരും എന്ന് ഒരു വാക്ക് അന്ന് മുത്തപ്പൻ അവിടെ ചിത്രാജി എടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു. അയ്യോ, ഇതൊരു വളരെ എനിക്ക് നിമിത്തമായിട്ടാണ് രമേഷ് ജി എന്നെ ഈ പാട്ട് പാടാൻ. ഞാൻ പറഞ്ഞു ഇത് ചിത്രാജിക്ക് വേണ്ടി പാടണം വിചാരിച്ചതല്ല, ആക്ച്വലി മോള് പാടാനിരുന്നതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സമയത്ത് തോന്നിയാണ് ഇത് ചിത്ര പാടട്ടെ. അങ്ങനെയാണ് എനിക്കിത് തോന്നുന്നത്. എന്തായാലും ഇത് നിങ്ങൾക്ക് വെച്ചിട്ടുള്ള പാട്ടാണ്, അപ്പോൾ പാടാം. പാതി എന്നൊരു സിനിമയാണ്. രമേഷ് ഈ പറഞ്ഞ പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണത്.
ഞാനതിൽ ഒരു തെയ്യം കെട്ടുന്ന ആളായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ തെയ്യം കെട്ടാൻ പോകുന്ന ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്നതുകൊണ്ട് ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും എന്നറിഞ്ഞതുകൊണ്ട് ഇങ്ങനെ ഒരു സൊസൈറ്റിയൊക്കെ ഉണ്ട്, ഈ തെയ്യം കലാകാരന്മാരുടെ ഒരു സംഘടനയൊക്കെ ഉണ്ട്. കാരണം റിപ്പബ്ലിക് ദിനം, സ്വാതന്ത്ര്യദിനം തുടങ്ങിയ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ചില കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ തെയ്യം കെട്ടി ആ വേഷത്തിൽ ആൾക്കാരെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ തെയ്യം കലാകാരന്മാർ അതിനെ ശക്തിയായി എതിർത്തു. കാരണം ഇതൊരു ദൈവികമായ കലയാണ്, ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ്, അനുഷ്ഠാനമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുഷ്ഠാനത്തെ ഇങ്ങനെ വ്യാപാരവൽക്കരിക്കുക അല്ലെങ്കിൽ ഒരു പ്രദർശന വസ്തുവാക്കുക എന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ മണിക്കൂറുകളോളം കിടന്നാലാണ് ഈ തെയ്യത്തിൻ്റെ വേഷം അണിയാൻ പറ്റുള്ളൂ, ഈ മുഖത്ത് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർവഹിക്കണം. ഈ വേഷത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല. അതൊക്കെ കഴിഞ്ഞ് ഈ വസ്ത്രമൊക്കെ ചുറ്റിക്കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഈ സംഘാടകർ, ചില ഈ സൊസൈറ്റി ആൾക്കാർ വന്ന് ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ ഇവിടുത്തെ എന്നെ തെയ്യം കെട്ടാൻ പോകുന്ന ആൾക്കാർ സാക്ഷ്യം പറഞ്ഞു, ഇദ്ദേഹം 3 ദിവസം വ്രതം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ അത് ഒരു ജീപ്പിലെത്തി തെയ്യം കെട്ടി ആടി. ആ തെയ്യം കെട്ടിയ സമയത്ത് ശരിക്കും നമ്മൾ ആ ചെണ്ടമേളമൊക്കെ കൂടി വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ വേറെ ഏതൊരു ലോകത്തായി പോയി. അപ്പോഴെനിക്ക് മനസ്സിലായത് ഈ ഒരു അനുഷ്ഠാനത്തിൻ്റെ ഒരു മാസ്മരികത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ വേറൊരാളായി മാറുകയാണ്. ആ സമയത്ത് ജോയ് മാത്യു എന്നൊരാളെ എനിക്ക് ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മൾ ചെരുപ്പൂർ ഷൂ കെട്ടിട്ട് എത്രയോ കാലമായി നടന്നത്. അവിടെ ഫുൾ കുറ്റിച്ചെടികളും ഈ മരം വെട്ടിയിട്ടുള്ള അവിടെ തയ്യാറാക്കിയതാണ് ആ പറമ്പൊക്കെ. അത് മുഴുവൻ കാലിൽ തെറഞ്ഞു കയറുകയാണ്. മാത്രമല്ല 1 കിലോ വെയിറ്റുള്ളൊരു ചിലമ്പാണ് എന്നെ അണിയിച്ചത്. പക്ഷേ 3-4 മണിക്കൂർ നേരം നിറഞ്ഞാടി എന്ന് മാത്രമല്ല, ഇത് കണ്ടു നിന്ന ആൾക്കാർ എനിക്ക് പൈസയൊക്കെ തന്നു, ഈ ദക്ഷിണ പോലെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടി. കുറേ ആൾക്കാർ ഞാൻ അനുഗ്രഹിച്ചു വിട്ടു. അങ്ങനെ അവരൊക്കെ പിന്നെ രക്ഷപ്പെട്ടു ഞാൻ കേട്ടത്. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ചന്ദ്രൻ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഗംഭീരമായിട്ട്. ഞാൻ പറഞ്ഞു, ചന്ദ്ര വല്ല അവാർഡ് കിട്ടുമോ? ഈ മെനക്കെട്ടിന് വല്ല കാര്യമുള്ളൂ? സാറിന് അവാർഡ് ഉറപ്പാണ്. ചുരുക്കത്തിൽ അവാർഡ് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ലെങ്കിലും ഇത്രമാത്രം എൻജോയ് ചെയ്ത് ഞാൻ ചെയ്ത അധികം സിനിമകളുണ്ട്. പക്ഷേ അത്രമാത്രം ഞാൻ എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ആ സമയത്തൊക്കെ ഉത്സവ സീസണിൽ എൻ്റെ പടം വെച്ചിട്ടായിരുന്നു പല നോട്ടീസുകൾ ഇറങ്ങിയത്, തെയ്യത്തിൻ്റെ വേഷത്തിലുള്ള പടം. അപ്പോൾ അടുത്ത കാലത്തും പയ്യന്നൂർ ഞാനൊരു പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ നോട്ടീസിലും എൻ്റെ തെയ്യം വെച്ചപ്പോൾ പടം ഉണ്ടായിരുന്നു. ഒരു അഭിനയിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ അഭിനയ ജീവിതത്തിൽ ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്യുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. ഒരുപാട് ദൈവികമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിറഞ്ഞൊരു കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ മുത്തപ്പൻ എന്ന ചിത്രത്തിലെ മുത്തപ്പനെ അവതരിപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മണിക്കുട്ടൻ. So ladies and gentlemen, please put your hands together and welcome him onto the stage. എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസത്തിൻ്റെ ആശംസകൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇന്നിവിടെ വന്നിരിക്കുന്ന ഈ സിനിമയുടെ ഈ ഓഡിയോ ലോഞ്ച് സെറമണി അനുഗ്രഹിക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ആദ്യമേ അറിയിക്കുകയാണ്. അങ്ങനെ കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഒരു സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ ഞാൻ പങ്കെടുത്തു. ജീവിതത്തിൽ ഒരു ആക്ടർ എന്ന രീതിയിൽ, ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന് തന്നെ പറയുന്നത്, ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ സ്ട്രഗ്ലിംഗ് പീരീഡ് വളരെ കൂടുതലുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെ ഇടയിൽ ദൈവം അല്ലെങ്കിൽ ഗുരുക്കന്മാരുടെ പ്രാർത്ഥന കൊണ്ട്, വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ നടക്കാറുണ്ട്. ഇപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്ന സീരിയലിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ട് വിനയൻ സാറിൻ്റെ ബോയ് ഫ്രണ്ട് കിട്ടി. അതിനുശേഷം വീണ്ടും സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ വന്നു. പിന്നെ കുറേ സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് അങ്ങനെ ഓരോ സ്ട്രഗ്ലിംഗ് കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു 3-4 വർഷത്തിൽ ഒരു സിനിമയോ എന്ന രീതിയിൽ വരും. അങ്ങനെ വീണ്ടും കുറേ സ്ട്രഗ്ലിംഗ് സമയത്ത് അല്ലെങ്കിൽ കോവിഡ് സമയത്ത് വീണ്ടും ജീവിതത്തിൽ ഒരു പ്രതീക്ഷ നൽകിയതായിരുന്നു ബിഗ് ബോസ് എന്ന ഷോയിൽ ഞാൻ വിൻ ചെയ്തത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ കഷ്ടപ്പാട് മാറും, ഇനിയും നല്ല കാലം വരും. പക്ഷെ അതിന് പഴയതിനെക്കാട്ടി വലിയ കഷ്ടപ്പാടായിരുന്നു അതിന് ശേഷം. അങ്ങനെ ആ കഷ്ടപ്പാടിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു പ്രതീക്ഷയുടെ രൂപം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ജീവിതത്തിൽ കടന്നു വന്നത്
അനീഷേട്ടൻ്റെയും ചന്ദ്രേട്ടൻ്റെയും രൂപത്തിലായിരുന്നു ശ്രീ മുത്തപ്പൻ എന്ന ഈ കഥാപാത്രത്തിലൂടെ അല്ലെങ്കിൽ ഈ സിനിമയിലൂടെ. എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ചന്ദ്രേട്ടൻ വന്ന് കാര്യം പറഞ്ഞ് സിനിമയുടെ കഥയൊക്കെ പറഞ്ഞു. എന്നിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ എൻ്റെ കഥാപാത്രം എന്താണ്? നിങ്ങളാണിതിൽ മുത്തപ്പൻ. അപ്പോൾ ഞാൻ ചേട്ടനോട് ചേട്ടാ എൻ്റെ ഏത് സൈഡിൽ നോക്കിയപ്പോഴാണ് ഒരു ദൈവത്തിൻ്റെ രൂപം എനിക്ക് തോന്നിയത്. കാരണം നമ്മുടെയൊക്കെ മനസ്സിലൊരു ദൈവം അല്ലെങ്കിൽ ഈശ്വര സങ്കല്പം, കുറച്ച് സൗന്ദര്യ സങ്കല്പമൊക്കെ നമുക്കുണ്ടല്ലോ. എൻ്റെ ഏത് സൈഡിൽ ചേട്ടൻ നോക്കിയപ്പം അപ്പം പുള്ളി പറഞ്ഞു എനിക്ക് അങ്ങനെയല്ല ആവശ്യം, എനിക്ക് മണിക്കുട്ടനെയാണ് ഈ ഒരു ഇതിലാണ് എനിക്ക് മുത്തപ്പനെ ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു ഡയറക്ടർ അത്ര വിശ്വാസത്തോടെ നമ്മളോട് പറയുമ്പോഴത്തേന് അത് തന്നെ ഞാൻ പറയുന്നത് ഞാൻ എന്നെ തന്നെ ഒരു അഭിനയ വിദ്യാർത്ഥിയായിട്ടാണ് കാണുന്നത്. ഒരു സ്ഥലത്ത് കൈവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് ഒരു ആക്ടർ എന്ന് മാത്രമല്ല, അതിൻ്റെ പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്നവർ അതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി വേണം ആ ഒരു സിനിമയും കഥാപാത്രത്തെയും കൈകാര്യം ചെയ്യാൻ. അപ്പോൾ ഞാൻ ചന്ദ്രനെ പറ്റി അത്യാവശ്യം അന്വേഷിച്ചു. ആദ്യം വിളിക്കുന്നത് ഇന്ദ്രൻ ചേട്ടനെയാണ്. അപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ പറഞ്ഞു പണി അറിയാമെന്നുള്ള ഒരുത്തനാണ്, ധൈര്യമായിട്ട് ചെയ്തു. അതിപ്പോൾ കലോപകൻ ഷാജോൻ ചേട്ടനും പറഞ്ഞു പണി അറിയാമെന്നുള്ള ഒരാളാണ്. പിന്നെ എനിക്ക് അപ്പം മുതിർന്ന തലമുറയിലുള്ള ജോയ് മാത്യു സാറിൻ്റെ നമ്പർ എൻ്റെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ സാറിനോട് ചോദിച്ചത്. പിന്നെ സാറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു സൗഹൃദമല്ല, ഞാനൊരു ഗുരുവിൻ്റെ സ്ഥാനത്തൊക്കെ കാണുന്ന ഒരു യൂണിവേഴ്സിറ്റിയായി കാണുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ അടുത്ത തലമുറയിൽ ഇനി എന്താണ് പുള്ളിയെ ഈ പാതി എന്നൊരു സിനിമ ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് കണ്ടു. ഞാൻ കണ്ടപ്പോൾ മനസ്സിലായി പണി അറിയാമെന്നുള്ള ആളാണ്, നമുക്ക് തീർച്ചയായിട്ടും കൈ കൊടുക്കേണ്ട ആളാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് രമേശ് സാറിൻ്റെ മകൾ മധുശ്രീ എൻ്റെ ജിമ്മേറ്റാണ്. അപ്പോൾ നമ്മളൊരു ജിമ്മിലാണ് പോകുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ട് സാറാണ് മ്യൂസിക് ചെയ്യുന്നതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ മധുവിനെ കണ്ട സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചന്ദ്രേട്ടൻ്റെ സിനിമയാണ് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത തലമുറ, എന്നെക്കാട്ടും ഒരുപടി താഴെ തലമുറയുള്ള ഒരാളാണ് മധുശ്രീ. മധു ചന്ദ്രേട്ടനെ പറ്റി പുകഴ്ത്തി പറഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി. കാരണം ചന്ദ്രേട്ടൻ സിനിമ എന്ന് പറഞ്ഞാൽ മണിക്കൂട്ട അതാണ്. ഞാൻ ആ തലമുറയിലുള്ളവർക്കും ഈ തലമുറയിലുള്ളവർക്കും ചന്ദ്രേട്ടൻ്റെ പാതി എന്ന സിനിമ കൺവേ ചെയ്യിക്കാൻ സാധിച്ചു. അപ്പം തന്നെ ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല, നേരെ ചന്ദ്രേട്ടനെയും അനീഷനെയും ചേട്ടൻ നമുക്കിത് ചെയ്യാം, തീർച്ചയായിട്ടും ഞാൻ ഒരു റെഡിയാണ്. പിന്നെ ചന്ദ്രേട്ടൻ പറഞ്ഞതുപോലെ ഫിനാൻഷ്യലി അത്യാവശ്യം പൈസ തന്നു. പക്ഷേ ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ ചിന്തിച്ചു. കാരണം ചന്ദ്രേട്ടൻ ഈ പറയുന്ന പോലെ ആക്ടിങ് ഗ്രൂമിങ്, ഈ കോഴ്സ് ഈ പറഞ്ഞ പോലെ നാട്യക്കളരി അഭിനയമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അഭിനയം പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളും പിന്നെ സിനിമയിൽ നിന്ന് ഞാൻ ഗുരുക്കന്മാരായി കാണുന്ന അല്ലെങ്കിൽ സീനിയർ ആക്ടേഴ്സ് അവരിൽ നിന്ന് പഠിച്ചെടുത്ത ഡയറക്ടർമാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ പഠിച്ചതേ ഉള്ളൂ. ഭാഗ്യത്തിന് 14 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. 14 ദിവസം പുള്ളിയുടെ അഭിനയ കളരിയിൽ പൈസ കൊടുക്കാതെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അല്ലെങ്കിൽ കുട്ടികൾ വന്നിട്ട് നല്ല എമൗണ്ട് കൊടുത്തിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയും ഒരു ആക്ടിങ് സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. തീർച്ചയായിട്ടും നേരത്തെ ആങ്കർ നമ്മുടെ കുട്ടി പറഞ്ഞതുപോലെ ഇതൊരു ഭാഗ്യം തന്നെയാണ്. കാരണം അത് കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കിയത്, ഞാൻ ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മതവിശ്വാസം എന്താണെന്നുള്ളത് ഞാൻ അറിയിക്കുന്നില്ല. പക്ഷേ എല്ലാ മതങ്ങളെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. എല്ലാ രാഷ്ട്രീയത്തെയും ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. അതെനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയൊരു പാഠമാണ്. അപ്പം ഈ പറഞ്ഞ പോലെ മുത്തപ്പൻ്റെ കഥാപാത്രം ചെയ്ത സമയത്ത് ഒരു അഭിനയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ബഹുമാനിക്കുന്ന ഒരാളെന്ന രീതിയിൽ എന്തൊക്കെ ഒരുക്കങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമോ, വ്രതം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാ ഒരുക്കങ്ങളോടുകൂടി തന്നെയാണ് മുത്തപ്പൻ്റെ കഥാപാത്രത്തിലേക്ക് ഞാൻ സമീപിച്ചത്. ഇനി ഇത് സ്ക്രീനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് എൻ്റെ ഇതല്ല. കാരണം ഞാനിപ്പം ജോയ് സാറും രമേശ് സാറും ഒക്കെ ഈ കഥാപാത്രം ചെയ്ത് നന്നായെന്ന് പറയുന്നു. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും പോകുന്നത് ചന്ദ്രേട്ടന് തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ആ വരയിൽ നിന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിച്ചിട്ടില്ല. അത് അതേപോലെ ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ദൈവികമായ മുഹൂർത്തം എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ലൊക്കേഷനിൽ പ്രൊഡ്യൂസറും ഡയറക്ടറും നല്ല വഴക്കായിരുന്നു. നല്ല വഴക്കുണ്ടായിരുന്നു. ആ വഴക്ക് എന്ന് പറയുന്നത് വളരെ ഹെൽത്തി പരമായിട്ടുള്ളൊരു വഴക്കാണ്. അതായത് വളരെ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള വഴക്ക് നന്നാവുമ്പോഴത്തേനെ ഇതേപോലൊരു മനോഹരമായൊരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇതുപോലെ മനോഹരമായൊരു ട്രെയിലർ ലോഞ്ചും ഒരു ഓഡിയോ ലോഞ്ചും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കണ്ടില്ലേ, ഈ പറയുന്ന പോലെ ഇന്ന് എനിക്കറിയില്ല എത്ര സിനിമയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം മുത്തപ്പനെ വന്നിട്ടാണ് നമ്മുടെ ഓഡിയോ ലോഞ്ച് ചെയ്യുന്നത്, നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യുന്നത്. അതെനിക്ക് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. ഞങ്ങൾ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നില്ല. ജോയ് സാറും മധുബാലേട്ടൻ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. മധുബാലേട്ടൻ, മീര ചേച്ചിയൊക്കെ എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഇത് പ്രധാന കഥാപാത്രം ചെയ്ത മോള്, അവൾ ഇതിൽ പെർഫോം ചെയ്തുകൊണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ അവളുടെയാണ്. അവളെ എനിക്ക് കൂടുതൽ പഠിച്ചില്ലെന്ന് മോളെ എനിക്കറിയില്ല. പക്ഷേ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. പിന്നെ പ്രൊഡ്യൂസറിൻ്റെ കാര്യം
രമേശ് സാറിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പ്രൊഡ്യൂസർ നിന്ന് എല്ലാവരും, ചന്ദൻ ചേട്ടൻ, പിന്നെ വയനാട് നിന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ഇതിൽ അഭിനയിക്കാൻ വന്നിരുന്നു. അവരെയും പ്രത്യേകം ഓർക്കണം. കാരണം നമ്മുടെ ചന്ദൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ആൾ. പിന്നെ പ്രത്യേകിച്ച് കണ്ണൂരിലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ് ഇന്നത്തെ ദിവസം. നമ്മുടെ ഈ പറയുന്ന പോലെ ക്യാമറയുടെ മുമ്പിലും പിന്നിൽ നിന്ന് ഒരുപാട് പേരുടെ, ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ പ്രയത്നം തന്നെയാണ് ഇന്ന് ഈ ദിവസം. വളരെ ചെറിയൊരു ബഡ്ജറ്റ് ഒരുപാടുണ്ടെങ്കിലും അത്യാവശ്യം ചെറിയ ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്, പക്ഷെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനം ഒരു കയ്യടി നമ്മുടെ കണ്ണൂരിലെ നാട്ടുകാർ പ്രത്യേകിച്ച് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഒരാളുടെ പേര്, ജോസേട്ടൻ്റെ പേര് എടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ജോസേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് എൻ്റെ ഷൂട്ടിംഗ് മിക്ക ഭാഗവും നടന്നത്. ജോസേട്ടൻ മക്കളൊക്കെ പുറത്താണ്. ഈ ജോസേട്ടൻ്റെ വീട്ടിൽ മക്കൾ വരുന്നൊരു പ്രതീതിയായിരുന്നു. കാരണം നമ്മളവിടെ വരുമ്പോൾ ജോസേട്ടൻ ചായ, ഫുഡ് പുറത്തുനിന്ന് ഞങ്ങൾ വേണ്ട ചേട്ടൻ, നമ്മൾ അയ്യോ ഇല്ല നിങ്ങൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കണം. കാരണം ഇത് മുത്തപ്പൻ്റെ കഥയാണ്. ഈ സിനിമ പുറത്തിറങ്ങേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അപ്പം പറശ്ശിനിക്കട മുത്തപ്പൻ അല്ലെങ്കിൽ ശ്രീ മുത്തപ്പനെ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ കണ്ണൂരുകാർ, അതിലുപരി എല്ലാ മലയാളികളും സ്നേഹിക്കുന്നു എന്നുള്ളത് എനിക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ജോസേട്ടന് പിന്നെ സഹായിച്ച എല്ലാവർക്കും ഈ സമയത്ത് നന്ദി ഞാൻ അറിയിക്കുകയാണ്. പിന്നെ രമേശ് സാറിൻ്റെ ഫസ്റ്റ് ടൈമാണ് അദ്ദേഹം മ്യൂസിക് ചെയ്തൊരു സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചത്. സാർ, എനിക്കൊരു വലിയ ദൈവാനുഗ്രഹം, മുത്തപ്പൻ ക്യാരക്ടർ ചെയ്തതുപോലെ തന്നെ ഒരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കിയാണ് സാർ. സാറ് നമ്മൾ പറയില്ലേ, നമുക്കൊക്കെ സിനിമയൊക്കെ ഈ കണ്ടു വളരുന്നതൊക്കെ ഇവിടെ ഈ പറയുന്ന ഇതാണ്. അപ്പം എനിക്ക് ഈ പറയുന്ന പോലെ മൊയ്തീൻ ആ പാട്ട് അവാർഡ് കിട്ടിയ സമയത്തൊക്കെ നമ്മൾ ട്രിവാൻഡ്രത്താണ്, സാർ അവിടെ താമസിക്കുകയാണ്, നമുക്കൊരു സന്തോഷമൊക്കെ ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ഒരു പ്രസൻസ് എനിക്കൊരു ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എല്ലാവർക്കും ഈ പറയുന്ന പോലെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഞാൻ പറയില്ലേ, കുറേ കാലത്തിന് ശേഷമാണ് എൻ്റെ ഒരു ഓഡിയോ ലോഞ്ച് വരുന്നത്. അപ്പോൾ പ്രസംഗം കുറച്ച് നീണ്ടുപോകും, കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. സിനിമ തിയേറ്ററിൽ വരുമ്പോൾ എല്ലാവരും പോയി കാണണം, എൻ്റെ ഒരു വലിയ പ്രതീക്ഷയാണ്. താങ്ക് യു.